വി ഡി സതീശൻ്റെ വർത്തമാന പ്രതികരണത്തിൽ തന്നെ ചില രോഷപ്പെടലൊക്കെ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ഉമാ തോമസിൻ്റെ പ്രതികരണമാണ്. ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷമുള്ള അവരുടെ പ്രതികരണത്തിൽ ഈ വോയിസ് വന്നല്ലോ, ഓഡിയോ വന്നല്ലോ, ഈ പെൺകുട്ടിയും രാഹുലും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ഓഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്? ചിലപ്പോൾ ആളാരെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ടെക്നിക്കലി ചെയ്തതായിരിക്കും അല്ലേ? എന്നാലും ഓഡിയോ ശരിയാണെങ്കിൽ നമുക്ക് നടപടിയെടുക്കാമെന്ന ഒരു സ്ത്രീ നേതാവിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് നമ്മളെപ്പോലെ ഒരാൾക്ക് തോന്നുന്ന ഒരു പ്രതികരണമാണ് ഉമാ തോമസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. എൻ്റെ വ്യക്തിപരമായുള്ള നിരീക്ഷണമാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അദ്ദേഹത്തെ അയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി, പക്ഷേ ഇതിനും പൂർണ്ണമായിട്ടങ്ങ് വഴങ്ങി രാഷ്ട്രീയ എതിരാളികളുടെ വലിയ ശക്തമായുള്ള അടികൾക്കൊക്കെ അങ്ങ് വഴങ്ങിക്കൊടുക്കാമെന്ന് കോൺഗ്രസ് എന്തായാലും തീരുമാനിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ന്യായീകരണമായിട്ട് ഈ ഘട്ടത്തിൽ വരും. അതിൻ്റെ തുടക്കം എന്ന നിലക്ക് വേണം ഒരുപക്ഷെ ഉമാ തോമസ് ആ സംഗതി അവിടെ വെച്ചിട്ടുണ്ടാവുക. CPM ആണെങ്കിൽ സംസ്ഥാന നേതാക്കൾ അങ്ങനെ വല്ലാത്ത തോതിൽ വന്ന് അടിച്ചായിട്ട് കാണുന്നില്ല.